എൻ്റെ പേര് ദിവ്യ. ഞാൻ വളരെ യാദൃശ്ചികമായിട്ടാണ് നമ്മുടെ ലാസ്റ്റ് സ്കൂളിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് കാണാനിടയായത്. സോ എപ്പോഴും ഞാൻ എന്താ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരിതാണ് ടീച്ചേഴ്സിന് ലൈക്ക് വളരെ സിമ്പിളായിട്ട് ഈ ജെമിനിയുടെ യൂസും ജെമിനിയിലെ നോട്ട്ബുക്ക് എലമെൻ്റ് ഇതും ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നമുക്ക് കിട്ടിയാൽ മതി. പിന്നെ നമ്മളതങ്ങ് ജസ്റ്റ് ക്യാരി ഫോർവേഡ് ചെയ്തോളാം. ഞാൻ എല്ലായിടവും ഇങ്ങനെ ജസ്റ്റ് സെർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇതെനിക്ക് എന്താ റീൽസായിട്ട് വരികയും ഞാൻ അതിനകത്ത് ജോയിൻ ചെയ്യുകയും ചെയ്തു. പക്ഷേ ശരിക്കും പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് മൈൻഡ് ബ്ലോയിങ് ക്ലാസ്സാണ്. വളരെ സിമ്പിളായിട്ടാണ് സാറ് ഓരോ കാര്യങ്ങളും പറയുന്നത്. ബിക്കോസ് നമ്മൾ ടീച്ചേഴ്സാണ്, നമുക്കൊരു ജസ്റ്റ് ഒരു സ്റ്റാർട്ട് കിട്ടിയാൽ മതി, ബാക്കി നമ്മൾ ചെയ്യും. ആ ഒരു സ്റ്റാർട്ടാണ് സാറ് എല്ലാത്തിലും തന്നിരിക്കുന്നത്. സോ അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നോട്ട്ബുക്ക് എലമെൻ്റ് അടിപൊളി യൂസാണ്. ഒരു PDF ഇട്ട് കൊടുത്താൽ എല്ലാം അതിൻ്റെ PPT മുതൽ ക്വസ്റ്റ്യൻ പേപ്പർ മുതൽ ഇൻഫോഗ്രാഫിക് ഒക്കെ നമുക്കതിനകത്ത് കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് സ്കൂളിൽ ആഗ്രഹിച്ച ഒരു കാര്യമാണ് ശരിക്കും. വിഷ്വൽ ലേണേഴ്സിനും ഒക്കെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ യൂസ്ഫുള്ളാണ് നോട്ട്ബുക്ക് LMലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ എനിക്ക് അതിനകത്ത് വേറെ ഇഷ്ടം ആയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ വർക്ക് സ്പേസ്, ഗൂഗിൾ ഡോക്ക് എടുത്തിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്നത്. ഈ ടീച്ചേഴ്സൊക്കെ എന്തോരം കഷ്ടപ്പെട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നതും. സോ ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഇത് എല്ലാവരിലേക്കും എത്തണം എന്നാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. ബിക്കോസ് നമ്മളിരുന്ന് ടൈപ്പ് ചെയ്യും, ചിലപ്പോൾ ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യും, പക്ഷേ ഒരു മിനിറ്റ് പോലും വേണ്ടി വന്നില്ല. നല്ല അടിപൊളി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരുന്നു. സോ പിന്നെ സാറ് കുറേ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ തനിയെ ചെയ്യാവുന്നതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഞാനിത് ചെയ്തിട്ട് ഞാൻ കുറേ വീഡിയോസ് ഉണ്ടാക്കി, കുറേ ഫൺ വീഡിയോസൊക്കെ ഉണ്ടാക്കി. ഇവിടെ എല്ലാവരും ഭയങ്കര ചിരിയായിരുന്നു, ഭയങ്കര അപ്രിസിയേഷൻ കിട്ടി. സോ ഓൾ ടുഗദർ ഇറ്റ് ഈസ് ലൈക്ക് റിയലി വണ്ടർഫുൾ എക്സ്പീരിയൻസ്. താങ്ക് യു സാർ.